പുന്നമടയുടെ ആവേശത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇനിയും പോകുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. 2 മണിയോടുകൂടിയായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ഉദ്ഘാടനവും 2 മണിക്ക് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സമയക്രമം എങ്ങനെയായിരിക്കും? ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കുമോ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുക? വള്ളംകളി പ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ആ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ആ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം, അതായത് ഒരുപക്ഷെ വിജയികളെ തന്നെ നിശ്ചയിക്കാൻ വളരെ നിർണായകമായിട്ടുള്ള ഹീറ്റ് മത്സരങ്ങളാണ് ഇനി അടുത്തതായി നടക്കേണ്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇപ്പോഴിതാ ചുണ്ടൻ വള്ളങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പായിപ്പാടൻ വള്ളം ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിനിഷിംഗ് പോയിന്റിനേത് തന്നെ സമാനമായിട്ടുള്ള പ്രാധാന്യം പോയിന്റിനുണ്ട്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിവാദമായിട്ടുള്ള വിഷയങ്ങൾ നടന്ന ഇടമാണ്, നിരവധി തർക്കങ്ങൾ നടന്ന ഇടമാണ്. ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളിലെ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇന്ന് നടുഭാഗം ചുണ്ടൻ രാവിലെ നടുഭാഗം ചുണ്ടന്റെ ഭാഗത്ത് നമ്മൾ എത്തിയപ്പോൾ അവർ പറഞ്ഞതാണ്, കഴിഞ്ഞ തവണ നമ്മൾ പങ്കായം ഉയർത്തി നിൽക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ആരംഭിച്ചു, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നമുക്ക് നീതിയുക്തമായിട്ടല്ല സ്റ്റാർട്ടിങ് സംഭവിച്ചത് എന്ന്, ഫൈനൽ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് സംഭവിച്ചത് എന്ന് അവർ കൃത്യമായി പരാതിപ്പെടുകയുണ്ടായി. അതിന്റെ കേസും എല്ലാം തന്നെ വിവിധ രീതിയിൽ കോടതിയിലൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് 2 മണിക്ക് ശേഷം തന്നെ ഈ വള്ളങ്ങളുടെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പുന്നമട കായൽ സജ്ജമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും പൂർണ്ണ സജ്ജമാണ്. ശരി, 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി ജനം TV സംഘവും തയ്യാറാണ്. വരും നിമിഷങ്ങളിലും ആവേശ പോരാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്കിനി